ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് ഓൺലി ഫ്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. Hi dear students, welcome to Lakshya School Class. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 5th ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് കണ്ടിന്യൂറ്റി അറ്റ് എ പോയിന്റ്. ഓക്കെ, ലെറ്റ്സ് സീ. സോ ഒരു ഫംഗ്ഷൻ, ഒരു പോയിന്റ്, സേ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ലിമിറ്റിന്റെ വാല്യൂവും ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റ് ഈക്വൽ ആവാം. മനസ്സിലായോ? അതായത് ലിമിറ്റിന്റെ വാല്യൂവും ഫംഗ്ഷന്റെ വാല്യൂവും ആ പോയിന്റിൽ ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റിന്റെ വാല്യൂ ലിമിറ്റ് എക്സിസ്റ്റ് ആവുന്ന ഒരു കേസ് ഉണ്ടല്ലോ, LHL is equal to RHL. സോ ഈ LHL RHL ഈക്വൽ ആവുന്ന ആ ഒരു കേസിൽ ആ വാല്യൂ എഫ് ഓഫ് എ ആണ് പോയിന്റെങ്കിൽ എഫ് ഓഫ് എക്ക് ഈക്വൽ ആവുക. ഇങ്ങനെ വരാണെങ്കിൽ നമുക്ക് പറയാം ആ ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ എന്താന്ന് പറയാം? യെസ്, കണ്ടിന്യൂസ് ആണെന്ന് പറയാം. സോ ഈ LHL ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. സോ RHL അതുപോലെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, റെഡി. സോ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആവുക എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സിസ്റ്റിംഗ് ആവുക. ഈ ലിമിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് ദാറ്റ് പോയിന്റിന് ഈക്വൽ ആയാൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ തുടങ്ങി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. So here is the question. Find the continuity at the point. Find the continuity of the function f of x is equal to 2x plus 3. So ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഫംഗ്ഷന്റെ വാല്യൂ x is equal to 1 എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഭയങ്കര സിമ്പിൾ ആണ്. x is equal to 1 ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ f of 1 ആണ്. സംശയമില്ലല്ലോ. f of 1 എന്ന് പറഞ്ഞാൽ 2 into 1 plus 3 ആണ്. ദാറ്റ് ഈസ് 2 plus 3, അതായത് 5. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ലിമിറ്റ് ചെയ്യാം. അതായത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം? 5 എന്ന് കിട്ടണം. അതായത് ലിമിറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ഫംഗ്ഷന്റെ വാല്യൂ ഈക്വൽ ആവണം. ഇതായാൽ നമുക്ക് എന്ത് പറയാം? എക്സ് ഇസ് ഈക്വൽ ടു 1 ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ലെറ്റ്സ് സീ. സോ ദിസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 1 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് അത് എഴുതി കൊടുക്കുക. സോ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 2x plus 3 അല്ലേ? സോ 2x plus 3 എന്ന് പറയുന്ന എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഞാൻ കൊടുത്തു. നമ്മൾ +1 പഠിച്ച ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. സോ ഈ ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, റൈറ്റ്? സോ പോളിനോമിയൽ ഫംഗ്ഷനിൽ ലിമിറ്റ് ചെക്ക് ചെയ്യൽ എങ്ങനെ? ഡയറക്റ്റ് മെത്തേഡ് എന്നാ പറയാ. ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും 1 കൊടുക്കുക. സോ നമുക്ക് എന്ത് കിട്ടും? 2 into x plus 3 എന്ന് പറയുന്നത് 2 into 1 plus 3 ആയിട്ട് മാറും. ദാറ്റ് ഈസ് 2 plus 3, അതായത് 5. സോ ഫ്രം ഹിയർ ഇറ്റ്സ് വെരി ക്ലിയർ. ലിമിറ്റിന്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 അതേപോലെ ഫംഗ്ഷന്റെ വാല്യൂ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 സെയിം ആണ്. Therefore നമുക്ക് പറയാം എന്താണ്? ഈ ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റിംഗ് ആണ്, ഓർ ദി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ എന്താന്ന് പറയാം? അതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ് കേട്ടോ. ഫംഗ്ഷൻ എന്താന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. എവിടെ? എക്സ് ഇസ് ഈക്വൽ ടു 1. ക്ലിയർ ആണല്ലോ? സോ നമുക്ക് പറയാം f is continuous at x is equal to 1. This is very important. Ready? So ഇനി ഈ ഫംഗ്ഷൻ ഇതിപ്പോ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഈ ഫംഗ്ഷൻ എന്താവാണ്? ഒരു കണ്ടീഷൻ ഒക്കെ വരുന്ന ഫംഗ്ഷൻ ആയി മാറാൻ പോവാ, ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയിട്ട് മാറാൻ പോവാ, ഒരു കേസസ് ഒക്കെ വരാൻ പോവാ. അതായത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 2x plus 3 എന്ന് മാത്രം വരാണെങ്കിൽ എങ്ങനെയാ ചെയ്യേണ്ടത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തില്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3 എന്ന് പറയുന്ന ഫംഗ്ഷന് എക്സ് ഇസ് ഈക്വൽ ടു 1 നമ്മൾ ഇവാലുവേറ്റ് ചെയ്തില്ലേ? ബട്ട് ഈ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x plus 3 എപ്പോഴും ഇല്ല. വെൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നിങ്ങൾ നമ്പറിലേ നോക്കുമ്പോൾ 0ന്റെ ലെഫ്റ്റ് സൈഡോ ഈ സൈഡ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഫ് ഓഫ് എക്സിനെ 2x plus 3 ആയിട്ട് വിളിക്കാം. ഈ സിറ്റുവേഷനിലാണ് നമ്മളുടെ LHL RHL ഒക്കെ വരുന്നത്. ലെറ്റ്സ് സീ, നമുക്ക് നോക്കാം. സോ ഗൈസ്, ഇവിടുത്തെ കേസിൽ LHL ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് നമ്പറിലേയും വരച്ച് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി തരാണ്. അതായത് സീറോ ആണ് ഇവിടുത്തെ ലിമിറ്റ് ചെക്ക് ചെയ്യേണ്ട ഒരു പോയിന്റ്, കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട പോയിന്റ്. സോ 0ന്റെ ലെഫ്റ്റ് സൈഡോ വരുമ്പോൾ ഫംഗ്ഷൻ 2x plus 3 ആയിട്ട് മാറും.
റൈറ്റ് സൈഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിട്ട് മാറും. സോ ഇതാണ് ഫംഗ്ഷന്റെ പ്രത്യേകത. ക്ലിയർ അല്ലേ? എക്സ് ഗ്രേറ്റർ ദാൻ 0, 0ന്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ആയിട്ട് ഫംഗ്ഷൻ മാറും, അല്ലാത്തപ്പോൾ 2x പ്ലസ് 3 ആയിട്ടും. സോ LHL എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് കൊണ്ട് ഉദ്ദേശിച്ച 0-നെക്കാളും ചെറിയ വാല്യൂ, അത്ര കേട്ടോ. 0 മൈനസ് എഫ് ഓഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 2x പ്ലസ് 3 എന്ന് കൊടുക്കാം. ഇനി എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ ആക്ച്വൽ വേയിൽ ചെയ്യാം. ഇവിടെ LHL എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പ്ലസ് 1 കൃത്യമായിട്ട് പഠിക്കുന്ന കേട്ടോ. ഓക്കെ, ഇനി എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ ഡയറക്റ്റ് നേരത്തെ ലിമിറ്റ് അപ്ലൈ ചെയ്ത് അതേ പാറ്റേണിൽ ചെയ്യാം. രണ്ടെണ്ണമായിട്ട് ചെയ്യണം. ലെഫ്റ്റ് സെപ്പറേറ്റ് ചെയ്യണം, റൈറ്റ് സെപ്പറേറ്റ് ചെയ്യണം. ഇത് രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, സോ ഇസ് ഈക്വൽ ടു 2 into 0 plus 3 which is equal to 3. So LHL വാല്യൂ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഇനി RHL ചെയ്താലും എഫ് ഓഫ് 0 ചെയ്താലും 3 കിട്ടണം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ഈക്വൽ ടു 0 എന്നുണ്ട്, ലെസ് ദാൻ എന്ന് മാത്രമല്ല ഈക്വൽ ടു 0 എന്നുണ്ട്. സോ ഇത് തന്നെയാണ് എന്ത്? ഇത് തന്നെയാണ് നമ്മളുടെ എഫ് ഓഫ് 0ന്റെ വാല്യൂ. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? RHL കൂടി ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയാൽ മതി? 3 കിട്ടിയാൽ നമുക്ക് പറയാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എവിടെ? അറ്റ് ദി പോയിന്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. സോ ആക്ച്വലി ഇവിടെ ലിമിറ്റ് കാണാനാണ് പറഞ്ഞത്, നമ്മൾ കണ്ടിന്യൂറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. റെഡി? സോ RHL റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? 3 ഇൻറ്റു എക്സ് പ്ലസ് 1 എന്ന് കൊടുക്കാം. സോ ഇനി ചെയ്യേണ്ട കാര്യം എന്താ? എക്സ് കാണുന്ന സ്ഥലങ്ങളിലൊക്കെ 0 എന്ന് കൊടുക്കാം. സോ ദിസ് ഈക്വൽ ടു 3 ഇൻറ്റു 0 plus 1 which is equal to 3. സോ നോക്കണേ, LHL-ഉം RHL-ഉം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ എന്താ? 3 ആണ്. ഓക്കെ അല്ലേ? സോ LHL is equal to RHL ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ലിമിറ്റിന്റെ വാല്യൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 3 എന്ന് പറയാം. ബട്ട് ഈ സെയിം വാല്യൂ തന്നെയാണ് എഫ് ഓഫ് 0-ലും കിട്ടിയത്. ക്ലിയർ അല്ലേ? സോ നമ്മുടെ കൺക്ലൂഷൻ എന്താണ് ഗൈസ്? ഹിയർ എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്ത്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ചെയ്ത്, ഇത് രണ്ടും ഈക്വൽ ആയി. ഈ ഈക്വൽ ആയ വാല്യൂ എഫ് ഓഫ് 0-ക്കും ഈക്വൽ ആയി. സോ നമുക്ക് പറയാം therefore f is continuous at x is equal to 0. I repeat, ഈ ക്വസ്റ്റ്യനിൽ ലിമിറ്റ് കാണാനാ പറഞ്ഞത്, ബട്ട് ലിമിറ്റ് കാണുന്നതിന് ഉദ്ദേശം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനാ. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാം. ഹെൻസ് check whether the function is continuous at x is equal to 0 or not. Okay, so നമ്മൾ എന്ത് ചെയ്യണം? x is equal to 0 കണ്ടിന്യൂസ് ആണോ ഇല്ലെന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. സോ ഫൈനലി നമുക്ക് എന്ത് കിട്ടി? ഇത്രയും കാര്യങ്ങൾ സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ x is equal to 0 കണ്ടിന്യൂസ് ആണ് കിട്ടി. സോ ഗൈസ്, മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദി സെഷൻ. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ഫംഗ്ഷൻ. നേരത്തെ പോലെ തന്നെ ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണിത്. കണ്ടീഷൻസ് ഒക്കെ വരുന്ന ഫംഗ്ഷനാണ്. നമ്പർ ലൈനിൽ നമുക്ക് നേരത്തെ റെപ്രസെന്റ് ചെയ്ത പോലെ വേണമെങ്കിൽ റെപ്രസെന്റ് ചെയ്യാം. Okay, so ഞാൻ ഇവിടെ താഴെ എഴുതുന്നുണ്ട് 5 ആണ് നമ്മളുടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട പോയിന്റ്. സോ 5ന്റെ ലെസ് ദാൻ ആകുമ്പോൾ, 5 5ൽ ലെസ്സർ ആകുമ്പോൾ ഫസ്റ്റ് പോയിന്റ് കാണാം എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് കാണാം. 5 5ൽ ലെസ് ദാനോ ആകുമ്പോൾ ഫംഗ്ഷൻ kx പ്ലസ് 1 ആ. ഫംഗ്ഷൻ എന്താടാ? kx പ്ലസ് 1 ആ. ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ 3x മൈനസ് 1 ആണ്. ഞാൻ നമ്പർ ലൈനിൽ വരയ്ക്കുന്ന യാതൊരു നിർബന്ധമില്ല, ജസ്റ്റ് ഫോർ എ ക്ലാരിറ്റി, ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി മാത്രം ഞാൻ വരച്ചു കേട്ടോ. ബട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യം എന്താണ്? ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഈ ഫംഗ്ഷൻ എന്താണ്? എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആ. എഫ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ മീനിങ് എന്താ? നമുക്ക് അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു കേട്ടോ. ഗിവൺ എഫ് ഈസ് കണ്ടിന്യൂസ്, ഗിവൺ എഫ് ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് എന്ന് പറഞ്ഞ് ഇംപ്ലൈസ് LHL-ഉം RHL-ഉം ഈക്വൽ ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി സെപ്പറേറ്റ് ഇത് രണ്ടും കണ്ടുപിടിക്കുക. ഹിയർ LHL is equal to, ഹിയർ LHL is equal to limit x tends to 5 minus f of x. ഇനി ലെഫ്റ്റ് സൈഡിലൂടെ പോകുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ kx പ്ലസ് 1 ആണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. LHL എന്ന് പറഞ്ഞാൽ 5ന്റെ ലെഫ്റ്റ് സൈഡ്. ഓക്കെ, kx പ്ലസ് 1 ആണ്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് kന്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ഇപ്പോൾ റീഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഇറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ്, ഓക്കെ, k എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? kx പ്ലസ് 1 ആണ്.
ഇനി ചെയ്യേണ്ട കാര്യം എന്താ, എക്സ് കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും 5 ഒന്ന് കൊടുക്കാം. റെഡി, ഇസ് ഈക്വൽ ടു k into 5 plus 1 which is equal to 5k plus 1. So left hand limit solve ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ, LHL സോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 5k plus 1 കിട്ടി. കറക്റ്റ് അല്ലേ? LHL സോൾവ് ചെയ്തപ്പോൾ 5k plus 1 എന്ന് കിട്ടി. ഇനി RHL സോൾവ് ചെയ്യാം. ഈ രണ്ട് വാല്യൂ ഈക്വൽ ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറയാതെ പറഞ്ഞു. അതെന്താ പറയാതെ പറഞ്ഞെന്ന് പറഞ്ഞേ, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേ. കണ്ടിന്യൂസ് ആണെങ്കിൽ LHL RHL ഈക്വൽ അല്ലടാ. സോ LHL RHL ഈക്വൽ ആണ് എന്ന കൺസെപ്റ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. സോ ഹിയർ RHL is equal to limit x tends to 5 plus f of x which is equal to limit x tends to 5 plus f of x in the value right hand side 5 in the right side 3x minus 1 അല്ലേ. സോ 3x minus 1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? സോ 3x minus 1 എന്ന് പറയുന്ന റൈറ്റ് സൈഡിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ കൊടുത്ത് ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാം. വിച്ച് മീൻസ് എക്സ് കാണുന്ന എല്ലാ സ്ഥലത്തും എന്ത് കൊടുക്കുക, 5 എന്ന് കൊടുക്കാം. ഇസ് ഈക്വൽ ടു 3 into 5 minus 1 which is 15 minus 1 that is 14. So already നമുക്ക് അറിയുന്ന കാര്യമാണ്, ഹിയർ LHL ഉം RHL ഉം ഈക്വൽ അല്ലേ. സോ ദാറ്റ് ഈസ് 5k plus 1 is equal to 14. റെഡി. സോ 5k plus 1ന്റെ വാല്യൂ 14 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, 5k is equal to 14 minus 1 that is 13. 5kന്റെ വാല്യൂ 13 ആണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും k is equal to 13 divided by 5. ഇതാണ് kയുടെ വാല്യൂ. ഇതുപോലെ kയുടെ വാല്യൂ കാണാൻ വേണ്ടി എക്സാമിന് പലപ്പോഴും ചോദിക്കാറുണ്ട്. സോ ഗൈസ്, ഇതോടുകൂടി നമ്മളുടെ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവാണ്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. സോ അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം.